നല്ലൊരു യാത്ര തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് നല്ല യാത്രക്കാരനാവുക എന്നുള്ളത്. അതെന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു യാത്ര സക്സസ് ആവണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു സുഹൃത്ത് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കാതെ നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടമാണോ എന്ന് ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കണം. അവിടുത്തെ കാഴ്ചകളും മറ്റ് ആക്ടിവിറ്റീസും നിങ്ങൾക്കും കൂടി തൃപ്തികരമാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഹാരി സമീർ അലി. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, യാത്ര ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചും കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചും നമ്മൾ ചിലവിടുന്ന ദിവസങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു ധാരണ ആദ്യം തന്നെ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റോ വെച്ച് നീട്ടുന്ന ആ പ്രിൻ്റഡ് ഐറ്റിനറിൽ നിന്നും മാറി നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു യാത്രയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഇനിയിപ്പോൾ ട്രാവൽ ഏജൻസി തരുന്നത് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ അത് വലിയൊരു കാര്യം. എന്ന് വെച്ചാൽ നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നല്ലൊരു യാത്രക്കാരനാവണമെങ്കിൽ പിന്നെ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് നമുക്ക് ടൈമിംഗ്, ഏറ്റവും നല്ല രീതിയിൽ ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിദേശ യാത്രകളായാലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യാത്രകളായിരുന്നാലും നല്ല രീതിയിൽ ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം കാഴ്ചകൾ ആസ്വദിക്കാനും ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് പൈസ ലാഭവും ഉണ്ടാകും ടൈം കീപ്പ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. 2 കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. 3-ാമത്തെ കാര്യം ആവശ്യത്തിന് പൈസ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പൈസ കുറവുണ്ടെങ്കിൽ അതും നമ്മളുടെ സന്തോഷത്തിന് മങ്ങലേൽപ്പിക്കും. പോകുന്ന സ്ഥലത്ത് വരുന്ന ചെലവുകൾ എന്താണെന്ന് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി സഫിഷ്യൻ്റ് പൈസ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. അത് നാട്ടിലായാലും മറ്റേത് രാജ്യത്തേക്ക് പോയിരുന്നാലും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു യാത്ര എൻജോയ് ചെയ്ത് വരാൻ സാധിക്കും. ഇനി ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തെ കാര്യം, നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്തിട്ട് പലരും ആ സന്തോഷം മറ്റുള്ളവരായിട്ട് പങ്കിടുമ്പോൾ അവരുടെ ഏജ് പ്രധാന ഒരു ഘടകമാണ്, അവരുടെ താല്പര്യങ്ങൾ വളരെ വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ചില ആൾക്കാർ ചില സ്ഥലങ്ങളൊക്കെ പോയിട്ട് വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്തിട്ടായിരിക്കും മറ്റുള്ളവരോട് പറയുന്നത്. അപ്പോൾ ചിലർക്കാണെങ്കിൽ ഒരു 100 മീറ്റർ പോലും നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, അഡ്വഞ്ചറസ് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റേ സജഷൻ കേട്ടിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ യാത്ര അവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണാൻ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ട്, എന്തെല്ലാമാണ് അതിൻ്റെ പുതുമകൾ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കണം. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്ലസ് പോയിന്റുകൾ മാത്രമല്ല, കാണുന്ന ഭംഗികളെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെയും കൂടിയും നിങ്ങൾ പോകുന്ന ട്രാവൽ ഏജൻസിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രധാനമായിട്ടും പ്ലസ് പോയിന്റ് പോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടേണ്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമെന്നല്ല കേട്ടോ, ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ ആയിരിക്കാം എന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കുറേ കൂടി യാത്ര എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ചോദിക്കും, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കടൽ കടൽ കാഴ്ചകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ പോകുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ചിലവർക്ക് ഇപ്പം എന്താ പറയുക, വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, അതിന് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീൻ, ലോഷൻസ്, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഇപ്പം അത്തരം സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പല അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ നമ്മൾ പാക്കേജ് എടുക്കുമ്പോൾ അതൊക്കെ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് പേടിയായിരിക്കും. ചിലപ്പോൾ ഉയരം പേടിയായിരിക്കും, പറക്കാൻ പേടിയായിരിക്കും, വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കേവിലൂടെ, ഒരു ഗുഹയിലൂടെയുള്ളൊരു യാത്ര, നമുക്ക് ആ ഇരുട്ടും അതുപോലെ മൂടിക്കെട്ടിയ സിറ്റുവേഷനൊക്കെ പേടിയാണെങ്കിൽ ആ പൈസ പോയത് തന്നെ മെച്ചം. അപ്പോൾ ഓരോ യാത്രയിലും നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അതെനിക്ക് തൃപ്തികരമാണോ അല്ലെങ്കിൽ എനിക്ക് ചേരുന്നതാണോ എന്നും കൂടി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എത്തുന്ന സ്ഥലങ്ങളിലെ ഭക്ഷണങ്ങൾ. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊന്നിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പല ഡേ ടൂറുകളും പോകുമ്പോൾ എന്തായിരിക്കും അന്ന് നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ, ആ ഭക്ഷണം പല രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പിനാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. പല രാജ്യങ്ങളിൽ പല ഡേ ടൂറുകളിലൊക്കെ പോകുമ്പോൾ അന്ന് എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണങ്ങൾ, നമുക്കത് സാധ്യമാവോ കഴിക്കാൻ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തെ പറ്റിയും അവിടെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെ പറ്റിയും അവിടെ നമ്മൾക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളെ പറ്റിയും ഉണ്ടാകാൻ പോകുന്ന നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി വേണം യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നല്ലൊരു ട്രാവൽ ഏജന്റിന് അതിന് നിങ്ങളെ സഹായിക്കാനാകും. ഒരു യാത്ര വളരെയധികം ആസ്വാദികരമാക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടൈമിങ്ങിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ള പൈസക്ക് ഞാൻ യാത്ര ചെയ്യുന്നു, എൻ്റെ ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ അവിടുത്തെ ആ ചെല്ലുന്ന രാജ്യത്തെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തെ ആ കാഴ്ചകൾക്കൊക്കെ കൃത്യമായിട്ടൊരു ടൈമിംഗ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഐറ്റിനറി പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന സമയം കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ പല കാര്യങ്ങളും മിസ്സായി പോകും എന്നുള്ളതാണ്. പ്രധാന ഷോകളെല്ലാം തന്നെ അതൊക്കെ കൃത്യസമയത്ത് തന്നെ എല്ലാം നടക്കുന്നതായിരിക്കും. നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഐലൻഡ് ഹോപ്പിംഗ്, പല ബോട്ടിൽ പോയിട്ടുള്ള ടൂറുകളും മറ്റുമൊക്കെ, അപ്പോൾ ഒരുമിച്ച് പല രാജ്യക്കാരും ഒന്നിച്ചായിരിക്കും നമ്മൾ യാത്രകളെല്ലാം പുറപ്പെടുന്നത്. അപ്പോൾ കൃത്യസമയം കീപ്പ് ചെയ്തില്ലെങ്കിൽ അത്തരം ബോട്ട് കമ്പനികൾ മാക്സിമം ഒരു 4-5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് യാത്രകൾ അവർ തുടങ്ങും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആ യാത്ര നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃത്യസമയം കീപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ടൂറൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളിലും പല രാജ്യക്കാരും ഒന്നിച്ചായിരിക്കും യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യസമയം കീപ്പ് ചെയ്ത് എത്തിച്ചേർന്നില്ലെങ്കിൽ അത്തരം ആ ഗ്രൂപ്പ് ടൂറിൽ നിന്ന് നമ്മൾ മിസ്സായി പോകാനും സാധ്യതയുണ്ട്. ആ ഗ്രൂപ്പ് ടൂർ നമുക്ക് മിസ്സാവാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു യാത്രക്കാരൻ ആ ചെല്ലുന്ന രാജ്യത്തെ സമയത്തെക്കുറിച്ചും നമ്മൾ യാത്ര ചെയ്യുന്ന പോകുന്ന സ്ഥലത്തെക്കുറിച്ചും എന്തൊക്കെ കാഴ്ചകൾ, എത്ര സമയമാണ് നമുക്ക് അവിടെ അലൗ ചെയ്തിരിക്കുന്നത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് യാത്ര ചെയ്യുക. ഒത്തിരി വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ പലപ്പോഴും പല ഗസ്റ്റുകളുമായിട്ട് പല തർക്കങ്ങളിലേക്കൊക്കെ വരാറുണ്ട്. ഞാനല്ല, ഗസ്റ്റുകൾ തർക്കങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തന്നെയാണ് യാത്ര ചെയ്യുന്നത്, ഞങ്ങളോട് എത്തി അവിടെ വന്നപ്പോൾ നമ്മുടെ ബോട്ട് മിസ്സായി അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടി മിസ്സായി എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. നോർമലി നമ്മൾ തിരക്കുമ്പോഴാണ് ആ ബോട്ട് കമ്പനിക്കാർ 10, 15, 20 മിനിറ്റൊക്കെ ചെക്ക് അവരെ അന്വേഷിച്ച് നടന്നതിന് ശേഷമായിരിക്കും ആ ബോട്ട് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരിക്കുക. പല ബസ്സുകളും അരമണിക്കൂർ വരെ കാത്തു നിന്നതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ കുറേ സ്ഥലങ്ങളിൽ ഇത്തരം അനാസ്ഥകൾ മൂലം നഷ്ടപ്പെടുന്ന കാഴ്ചകൾ ഞാൻ കാണാറുണ്ട്. യാത്രയിലെ ടൈമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ അതിനകത്ത് പറയാം. എൻ്റെ ഹോങ്കോങ് യാത്രയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഞാൻ രാവിലെ, അതായത് പുലർച്ചെ ഇറങ്ങേണ്ട ഒരു 5:30 ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ വൈകിയാണ് ഇറങ്ങിയത്. അതിനുശേഷം ഞാൻ ഹോട്ടലിൽ എത്തിയപ്പോൾ രാവിലെ 8:30 എൻ്റെ ഐറ്റിനറി പ്രകാരം എനിക്ക് രാവിലെ 9 മണി മുതൽ എനിക്ക് സിറ്റി ടൂറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഞാൻ 8:30 ഹോട്ടലിൽ എത്തുന്നു. അപ്പോൾ അതിനിടയിൽ എന്നെ മറ്റേ ഏജൻസിയിൽ നിന്നും, അതായത് അവിടുത്തെ ടൂർ കമ്പനിയിൽ നിന്നും വിളിയും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. 8:30 റൂമിലെത്തിയ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ചെറിയൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷായൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ റൂമിൽ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗൈഡാണ്, നിങ്ങളെ ഇവിടെ കണ്ടില്ലാതെ പ്രകാരം വിളിച്ചതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് ഞാൻ താഴേക്ക് വരാം. എൻ്റെ റൂം ഏതാണ്ട് 17ാമത്തെ 18ാമത്തെ നിലയിലെങ്ങാണ്ടാണ് അത്. അപ്പോൾ ഞാനിപ്പോഴത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 10 മിനിറ്റ് ഞാൻ എത്താമെന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞത് 3 മിനിറ്റ് നിങ്ങൾക്ക് ടൈമുണ്ട്, 3 മിനിറ്റ് നിങ്ങൾ താഴെ ലോബിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് യാത്ര പോകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ടൂർ ഇന്നത്തെ ഡേ ടൂർ ക്യാൻസൽ, അതുപോലെ തന്നെ നോ റീഫണ്ട്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. ഞാൻ കിട്ടിയതൊക്കെ വാരി വലിച്ചിട്ട് ഷോക്സൊക്കെ പോക്കറ്റിൽ തിരികെ ഷൂ ഒക്കെ പകുതി ഇട്ട കണ്ടീഷനിൽ കോഫി ഒന്നും കുടിക്കാൻ തന്നില്ല. ഒരു കണക്കിന് ലിഫ്റ്റിൽ കയറി താഴെത്തിയപ്പോഴേക്കും 3 മിനിറ്റ് അല്ല, ഏതാണ്ട് ഒരു 8, 9, 10 മിനിറ്റ് പിന്നിട്ടിരുന്നു. ലിഫ്റ്റിൽ നിന്നും ഓടി ഞാൻ റിസപ്ഷൻ്റെ അടുത്ത് ചെന്നപ്പോൾ റിസപ്ഷനിലുള്ളവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇതൊരു പക്ഷേ സ്ഥിരം കാഴ്ച ആയിരിക്കാം. അവരെന്നോട് വെച്ചിട്ട് ഇന്നത്തെ ഡേ ടൂറാണോ? ഞാൻ പറഞ്ഞാൽ അതെ. ഓൾറെഡി നിങ്ങളുടെ ഗൈഡ് വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് പോയി. നിങ്ങൾക്ക് ഇനി കിട്ടണമെങ്കിൽ ഇവിടെ 2 ഡോറുണ്ട്.
ഇതൊരു ഡോർ ഒരു സൈഡ് കാണിച്ചിട്ട് പറഞ്ഞ് അടുത്ത ഡോർ ഒരു ഷോർട്ട് കട്ടാണിത്. അപ്പോൾ ഇതുവഴി കടക്കുകയാണെങ്കിൽ അതായത് 2 സ്ട്രീറ്റ് ഉണ്ട്. ഇത് 2 ഗല്ലി കട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് നിങ്ങൾ ഓടുകയാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിൽ പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി കാണും. അപ്പോൾ അത് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ മാക്സിമം സ്പീഡിൽ ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ചെന്നപ്പോൾ തന്നെ അവർ ചോദിച്ചു ഹരി സമീറൽ, ഞാൻ പറഞ്ഞു യെസ് ഓക്കെ, വണ്ടി ടൈമായി, ഒരു ഗസ്റ്റ് കൂടി വരാണ്ട്, നമ്മുടെ റൈറ്റ് ടൈമാണത്, വിത്തിൻ 2 minutes വണ്ടി ഇവിടുന്ന് എടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വണ്ടിയിലേക്ക് കയറി ഓടിക്കയച്ച് ചെന്ന് കയറി. മറ്റ് ആൾക്കാരെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവരൊക്കെ എത്തി വളരെ റിലാക്സ് ചെയ്ത് യാത്രക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകളിലൊക്കെ ഇരുന്ന് യാത്രക്ക് തയ്യാറായിരിക്കുന്നു. ഞാൻ വയർത്ത് കുളിച്ച് ഓടിക്കയച്ച് ചെന്നിട്ടാണ് അന്നത്തെ ടൂർ. വളരെ മനോഹരമായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു ഡേ ടൂറായിരുന്നു. ഗൈഡ് നാൻസി വളരെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര രസമൊക്കെ ആയിരുന്നു. ഞാൻ വൈകി എന്നുള്ളതാണ്. അതിനുശേഷം എവിടെ പോയിരുന്നാലും ഞാനായിട്ട് യാത്രയിൽ വൈകാറില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അന്ന് വൈകിയിരുന്നെങ്കിൽ ആ ടൂറ് നഷ്ടപ്പെടുമായിരുന്നു. പലപ്പോഴും നമ്മളോടൊപ്പം ഉള്ള തായ്ലൻഡ് യാത്രയിലൊക്കെ ഒരുപാട് ആൾക്കാർ മിസ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ഫുക്കറ്റ് ക്രാബി സൈഡുള്ള യാത്രകളിലും. മോസ്റ്റ് ഓഫ് രാവിലെ ഒരു 7-7:30 വണ്ടി വരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് സിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഒരു 45 to 1 hour ട്രാവൽ ചെയ്താലാണ് നമ്മുടെ ബോട്ട് ജെട്ടികളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അവിടെ നിന്നാണ് ഈ ഡേ ടൂറുകൾ പോകുന്നത്. വൈകിട്ട് നമ്മൾ തിരിച്ചെത്തുന്നത് വൈകിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് എത്തും. ഇത്തരത്തിലുള്ള ടൂറുകളാണ് പലപ്പോഴും വലിയ രീതിയിൽ ആളുകൾ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് വന്നിട്ട് രാവിലെ ഈ 7 o'clock or 7:30 പറഞ്ഞു കഴിഞ്ഞാൽ 8:30 9 o'clock എഴുന്നേറ്റ് വന്നിട്ട് ടൂർ ചോദിക്കും. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊക്കെ എല്ലാവർക്കും അല്ല, ചുരുക്കം ചില ആളുകൾക്ക് ടൂറൊക്കെ മിസ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളത് അടുത്ത ദിവസത്തേക്കൊക്കെ മാറ്റി കൊടുക്കാറുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കുറേ സമയവും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസം തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഈ ടൈമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളും വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അതും വഴിയെ വരും എപ്പിസോഡുകളിലൊക്കെ പറയാം. കുറേ നല്ല വിശേഷങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു തീരുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാലിയുടെ കാഴ്ചകളാണ്. കോവിഡിന് മുമ്പാണ് ഞാൻ ബാലി യാത്ര നടത്തിയത്. അപ്പോൾ ഇനി മുതൽ വരുന്ന എപ്പിസോഡുകളിലൊക്കെ ബാലിയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലൈഫിലെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷൻ, ഒരുപാട് ചരിത്രമുറങ്ങുന്ന, ഒരുപാട് ചരിത്ര കഥകൾ പറയുന്ന, ഒരുപാട് പുതുമകൾ നിറഞ്ഞ ഒരു ലോകം. ആ കാഴ്ചകളിലേക്കാണ് ഈ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്.